ആരു പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാർത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാനാർക്കാൻ ഇഷ്ടം. കുട്ടുമോനെ പോടച്ച സ്കൂള് പൂട്ടിയത് ഞാൻ കളിക്കട്ടെ. മ്യാവൂ മ്യാവൂ. സംസുക്കെ സംസുക്ക ബാബാ ഇരിക്ക്. എന്തൊക്കെയുണ്ട് രവീന്ദ്ര വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ഇരിക്ക് ബാ ചായ കുടിക്കോ? ചായ വേണ്ട. പിന്നെ ശ്രീജയ ഒരു ഗ്ലാസ് ചായ. ചായ വേണ്ട. സംസുക്ക വന്നിട്ടുണ്ട്, ഒരു ഗ്ലാസ് ചായ എടുക്ക്. ഞാനിപ്പോ ഈ വെയിലും കൂടിട്ടേ എന്നെ കാണാൻ വന്നത് എന്താ അറിയോ, അടുത്ത മാസം 30 ഞാൻ പോകും. അടുത്ത മാസം 10 കട ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ അതിൻ്റെ ഉള്ളിൽ ദയവ് ചെയ്തിട്ട് എൻ്റെ വർക്കൊന്ന് കഴിച്ചേട്ടോ. സംസുക്ക അത് ഞാൻ ഏറ്റവും ടെൻഷൻ അടിക്കണ്ട, അത് തീർത്തിരിക്കും. പോരെ? അത് മതി. അങ്ങനെ ചായ ഒരു ഗ്ലാസ് ചായ കുടിക്കാം. ചായ വേണ്ട. ഒരു ബിസ്ക്കറ്റ് പോടെ ശംസുക്ക. ഒന്നും പറയണ്ട പോയി. എന്തപ്പോ ഇവന്റെ അവസ്ഥ? ഇവനെന്റെ മോള് ഒപ്പം ഒരേ ക്ലാസ്സിൽ പഠിച്ച ആളാ. റസീനയുടെ കൂടെ അല്ലേ? റസീന. അപ്പൊ ഇന്റെ മോളിപ്പോ +2 ആയി. ഇവ പൊളി 5ാം ക്ലാസ്സാണ്. കഷ്ടം തന്നെയാണ് കേട്ടോ. അത് ഞാൻ തന്നെ വഷളാക്കിയതാണ്. ഈ ചെറുപ്പത്തിലെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ആദ്യം കാർട്ടൂൺ വെച്ചു കൊടുക്കും. അത് കണ്ട് വളർന്ന് ഇപ്പോൾ ഫുള്ള് മൊബൈലാണല്ലോ. അതെ. ഇപ്പോൾ 24 മണിക്കൂർ മൊബൈൽ. ഈ കാത്തു ടോറാബുജി അതാണ് അവൻ്റെ ലോകം. ഒരു വസ്തു പഠിക്കില്ല. നമ്മളെന്തെങ്കിലും നിർബന്ധിച്ചാലോ സകല സാധനങ്ങളും തല്ലി കൊടുക്കും. കാരണം ഇപ്പോൾ എൻ്റെ ഇല്ലില്ല. എന്റെ പൊന്ന് രവീന്ദ്ര, ഇതിപ്പോ ഇവിടുത്തെ ഒരു അവസ്ഥ മാത്രല്ല. എന്റെ വീട്ടിലുള്ള എന്റെ ചെറിയ കുട്ടി, എന്റെ ചെറിയ മോളില്ലേ, ഓൾക്ക് ഇതേ പ്രശ്നം തന്നെയാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ ഇത് വെച്ച് കൊടുത്തെങ്കിൽ അവള് കഴിക്കുള്ളൂ. ഇത് ഇവിടുത്തെ മാത്രമല്ല, ഇപ്പം എല്ലായിടത്തും അവസ്ഥ തന്നെയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ രക്ഷിതാക്കളാണ് കുട്ടികളെ വഷളാക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ആ കരച്ചിൽ മാറ്റാനാ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊക്കെ ഒരു മുന്നേറെ നിലയ്ക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ അവർക്ക് ശീലമായി കഴിഞ്ഞാൽ അവരെ ലോകം കാര്യങ്ങളൊക്കെ അതാണ്. ഇത് കണ്ടിട്ടാണ് അവർ വളരുക. ഇനി വളർന്നു വരുന്ന തലമുറ ചിന്തിച്ച് നോക്ക്. ഈ രൂപത്തിൽ ശരിക്കും നമ്മൾ എന്താണോ അത് കണ്ടിട്ടാണ് നമ്മളെ മക്കൾ വളരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാർട്ടൂണൊന്ന് വെച്ചു കൊടുക്കായിരുന്നാലോ, വാശിയാണ്ട് കൂടും. അത് ശരിയാ. അതിന് ഉദാഹരണമല്ലോ ടുട്ടുമോന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സമയമില്ല. സ്വന്തം മക്കളോടൊന്നും ഇടപഴകാനോ അവരോട് സംസാരിക്കാനോ ഒന്നും ടൈമില്ല. അവരവരുടെ ഉത്തരവാദിത്തത്തിൽ മാറി നിൽക്കണം. മൊബൈൽ കൊടുത്തിട്ട് അമ്മയായാലും അച്ഛനായാലും അവരുടെ ഉത്തരവാദിത്തം അത്രേ ഉള്ളൂ. മൊബൈൽ കൊണ്ട് കൊടുത്ത് അവരവരുടെ ലോകമായിട്ട് നീങ്ങണം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ആളെ വിളിക്കണം. അങ്ങനൊന്നും വിളിച്ചാൽ വരൂല. ഇനി വന്നെങ്കിൽ തന്നെ കംപ്ലീറ്റ് ഇതെടുത്തുകൊണ്ടോ. കുട്ടികളെന്ന് പറഞ്ഞിട്ട് കാര്യം ഞങ്ങൾക്ക് അവൻ്റെ സ്വഭാവം അറിയാനിട്ടാ. ഞങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിലേ അവനെ വിളിക്കേണ്ട രീതി ഉണ്ട്. ടുട്ടുമോൻ ബാക്ക് 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 back 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 പാത്രം ബിസ്ക്കറ്റ് 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 മതി ബിസ്ക്കറ്റ് ഡോറ പാത്രം ഡോറാപൂച്ചി ബിസ്ക്കറ്റ് ഡോറാപൂച്ചി ബിസ്ക്കറ്റ് ബാക്ക് 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 ബിസ്ക്കറ്റ് പാത്രം